ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫാം ജാം ഇവാൻ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. ആദ്യത്തെ വ്ലോഗ് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വളരെ അടുത്താണ് വെട്ടുകാട് പള്ളി. അപ്പോൾ ഇന്നലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. ഇന്നലത്തെ തിരക്ക് കാരണം പോകണ്ടെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആദ്യ ശനിയാഴ്ച പള്ളിയിൽ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോരാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് വെട്ടുകാടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇവാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോനാണ്. അപ്പോൾ അവൻ്റെ പേരിൽ ചാനൽ വേണം എന്ന് അവനൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ്റെ പേര് ഈ ഒരു ചാനലിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡ് വഴി വെട്ടുകാട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വെട്ടുകാടെത്തി. അപ്പോൾ വെട്ടുകാടെത്തുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആ ഒരു ക്രിസ്തുരാജൻ്റെ രൂപത്തിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം പോയി തിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി തിരി വാങ്ങിച്ചിട്ട് വന്നു. തിരിയുമായിട്ട് ഞങ്ങൾ തിരി കത്തിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പം കുറച്ച് ആൾക്കാരെല്ലാം തിരി കത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു പ്രതിരൂപമാണ് നമ്മളവിടെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പള്ളിക്കകത്തോട്ട് പോവുകയാണ്. പള്ളിയിൽ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. എങ്കിലും കുറച്ച് ആളുകൾ അകത്തുണ്ട്. ഇനിയൊരു കുർബാനയുണ്ട്, അതിന് വേണ്ടിയിട്ട് എത്തിയ ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്കായിട്ട് ഇരുന്നില്ല. പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുകയാണ് ചെയ്തത്. പിന്നെ പുറത്തിറങ്ങി എന്താണെങ്കിലും പള്ളിയിലെത്തിയാൽ എത്തുന്ന എല്ലാവരും ബീച്ചിൽ ഒന്ന് കണ്ടിട്ടതിന് ശേഷം എല്ലാവരും പോകാറുള്ളൂ. അപ്പോൾ അതുപോലെ ഞങ്ങളും ബീച്ചിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ബീച്ചിൽ പോയ സമയത്തൊക്കെ നല്ല തെളിഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ബീച്ചിലെത്തി. അധികം തിരക്കൊന്നുമില്ല. എങ്കിലും ബീച്ചിലോട്ട് ആരെയും ഇറക്കുന്നില്ല. അവിടെയെല്ലാം കയറി കെട്ടി ഒരു കൺട്രോളിലാണ് നിൽക്കുന്നത്. ബീച്ചിലെത്തിയാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായി കുറിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഞങ്ങളൊരു ചോക്കോബാർ വാങ്ങിച്ചു, ഒരു ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പം അത് ഞാനും ഇവാനും അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീച്ച് കാണാൻ പോയി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെ വളരെ തിരക്ക് കുറവാണ്. എങ്കിലും തിരകളിങ്ങനെ അടിച്ച് കയറി വരുന്നതൊക്കെ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ആ ഒരു പഴയ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വീടുകളുമൊക്കെ നശിച്ചു പോയതും അതൊക്കെ കാണുമ്പോൾ ഒരു വേദനയാണ്. നമ്മൾ പണ്ടവിടെ കണ്ട വീടുകളൊക്കെ ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ആ ആളുകളുടെയൊക്കെ വിഷമമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മളെയും അത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ വെട്ടുകാടുന്ന് പിന്നെ പതുക്കെ പോവാണ്. ഞങ്ങൾ പിന്നെ ശംഖുമുഖത്തേക്കാണ് പോയത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ ശംഖുമുഖം കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചു. സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു റൈഡിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തെത്തി. അകത്തോട്ടൊന്നും കയറിയില്ല. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട്, അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ നാളെ സൺഡേ ആണെങ്കിൽ ഇതിലും തിരക്കുണ്ടാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നാളെ ഇറങ്ങാതെ ഇന്ന് തന്നെ പോന്നേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ശംഖുമുഖത്തെത്തി. അവിടെയും ബീച്ച് ജസ്റ്റ് ഇവിടെ റോഡിൽ നിന്നുകൊണ്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Thank you all.